കഴിഞ്ഞ 2-3 ആഴ്ചകളായി, പ്രത്യേകിച്ച് ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തൊട്ടുടനെ തന്നെ കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കാര്യമായി നടക്കുന്നുണ്ട്. സാധാരണ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് നമ്മൾ ന്യൂസുകളും വാർത്തകളൊക്കെ കൊടുത്തത്. ഇന്ന് ഞാൻ നേരെ തിരിച്ച് ഒരു പക്ഷേ ഒരു LDF 3.2 3.0 അല്ലേ, അല്ലെങ്കിൽ പിണറായി 3.0 എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം നടത്തുകയാണെങ്കിൽ എന്താ പുതിയ റീസെൻ്റായി ഇറങ്ങിയ വായിലെ ഡയലോഗ് പോലെ നീ അല്ലാതെ പിന്നെ ആര് എന്ന് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ് സത്യത്തിൽ നമ്മുടെ LDF എന്ന് പറയുന്ന ഗവൺമെൻറ് ഉള്ളത്. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു ഫേസ് അവർക്ക് മുന്നിൽ വെക്കാനില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്ഥാനാർത്ഥികളാവാം എന്നതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. പണ്ട് കാരണം 2016 നമ്മുടെ ഇലക്ഷൻ വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും, 2016 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് VS ആയിരുന്നു സത്യത്തിൽ LDFിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ. അങ്ങനെ അധികാരം കിട്ടിയതിന് ശേഷം പതുക്കെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ നമ്മുടെ പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ ഇന്ന് സാധ്യമാവുമെന്ന് ചോദിച്ചാൽ സാധ്യമാവില്ല. കാരണം ഇന്ന് പാർട്ടിയും ഗവൺമെൻറ്റും ഭരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്തുതിപാഠകരാണ് സത്യത്തിൽ LDF എന്ന് പറയുന്ന ആ ഗവൺമെൻറ്റിനെ നിലനിർത്തുന്നത്. സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ മാറി നിൽക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനർ പിണറായി വിജയനാണ്. പിണറായി വിജയന് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ന്യൂസുകളും ഫ്ലെക്സുകളും ബാരിക്കേഡുകളും മാത്രമാണ്. സാധാരണ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു, ഇപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും LDFിൻ്റെ ഒക്കെ പോസ്റ്ററുകളും ബാനറുകളും നോക്കുമ്പോൾ മറ്റുള്ള ബാനറുകളിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. രാഹുൽ ഗാന്ധി ഉണ്ടാവും, സോണിയാഗാന്ധി ഉണ്ടാവും, ഇനി ഖാർഗെ ഉണ്ടാവും, ഇനി അതല്ല കേരളത്തിൻ്റെ നേതാക്കന്മാർ KC ഉണ്ടാവും, KC വേണുഗോപാൽ ഉണ്ടാവും, സണ്ണി ജോസഫ് ഉണ്ടാവും, രമേശ് ചെന്നിത്തല ഉണ്ടാവും, VD സതീശൻ ഉണ്ടാവും, കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ തങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയായിരുന്നു UDFിൻ്റെ ഒരു സഖ്യം, ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞങ്ങൾ LDFിൻ്റെ പോസ്റ്റുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. പിണറായി വിജയൻ്റെ ഫേസ് അല്ലാതെ എൻ്റെ തല എൻ്റെ മുഖം അത് മാത്രം മതി എന്നുള്ള രൂപത്തിലാണ് സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൊത്തം നടന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ മാറ്റിയിരുത്തിക്കൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചോ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചോ LDFുകാർ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഇൻ കേസ് ഇനി, കാരണം അദ്ദേഹത്തിന് പ്രായമായി, വയസ്സായി, ഒരു ദീർഘവീക്ഷണത്തോടു കൂടി പാർട്ടിയെ ഇനിയും ചലിപ്പിക്കണം. പാർട്ടി അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ പാർട്ടി നിൽക്കണമല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നോക്കുമ്പോൾ പുതിയൊരു ഫേസ് സ്വാഭാവികമായിട്ട് വേണം. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ പ്രധാനമായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്ത ഏതൊക്കെ നേതാക്കന്മാരാണ് ഇത്തവണ ജയിച്ചു വരാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചും അടുത്തൊരു മുഖ്യമന്ത്രി ഫിഗറായിട്ട് നമുക്ക് വെക്കാൻ പറ്റുക. ഇനി ഒരുപക്ഷെ ഇനി മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവാക്കണമല്ലോ. അപ്പോൾ അത്തരത്തിൽ വെക്കാൻ പറ്റുന്ന ഏത് ലീഡേഴ്സാണ് എന്നതിനെക്കുറിച്ച് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക മിനിസ്റ്റേഴ്സാണ്. പ്രധാനപ്പെട്ട ലീഡേഴ്സും മിനിസ്റ്റേഴ്സിനും നോക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഫേസ് ശൈലജയാണ്. ശൈലജ ജയിക്കും. ശൈലജയെ സത്യത്തിൽ മട്ടന്നൂർ എന്ന് പറയുന്ന പാർട്ടിയുടെ ഉറച്ച കോട്ടയായ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പതുക്കെ പേരാവൂരിലേക്ക് മാറ്റി. സോ അദ്ദേഹത്തിന് അവിടെ നിന്ന് ജയിച്ചു വരാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ തവണ പേരാവൂരിൽ നിന്ന് ശൈലജയെ തോൽപ്പിച്ച സണ്ണി ജോസഫ്, KPCCയുടെ പ്രസിഡന്റ് കൂടിയായ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒന്നുകൂടി ഒരു വൈബ്രൻ്റായ മുഖമാണ് ആര്, സണ്ണി ജോസഫ്. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് ശൈലജയ്ക്ക് ഇത്തവണ ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശൈലജ തോറ്റുപോകും. അപ്പോൾ ആ ഒരു സീറ്റ് പോട്ടെ. പിന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയാണ്. സത്യത്തിൽ പാർട്ടി സെക്രട്ടറി മത്സരിക്കുന്നില്ല. ഇനി പാർട്ടി സെക്രട്ടറി അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് LDF 3.0 വരികയാണെങ്കിൽ പാർട്ടി ഏതെങ്കിലും MLA മത്സരിപ്പിച്ച് അവരെ രാജിവെപ്പിച്ചിട്ട് ആര് വരണം, നമ്മുടെ ഗോവിന്ദൻ വരണം. പക്ഷേ ഗോവിന്ദനൊക്കെ നമുക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റും എന്നാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിലും ഡീകോഡ് ചെയ്യണമെങ്കിലും കുറച്ച് സമയമെടുക്കും. പത്രപ്രവർത്തകർക്ക് തന്നെ മനസ്സിലാവില്ല. പിന്നെ സാധാരണക്കാർക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇത് ഗവൺമെൻറ്റിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണ്ടേ, ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കണ്ടേ, പ്രസ് മീറ്റ് നടത്തണ്ടേ. അപ്പോൾ അവിടെ ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും പ്രകൃതിവാദവും ഒക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസിബിലിറ്റി കുറവാണ്. ഓൾറെഡി അദ്ദേഹം മത്സരിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെടുക്കാം. പിന്നുള്ള ആരാണ്, രാജീവ്. അതായത് കളമശ്ശേരിയിൽ നിന്ന് മത്സരിച്ച രാജീവാണ്. കഴിഞ്ഞ തവണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സീറ്റായിരുന്നു. പക്ഷേ അദ്ദേഹം ജയിച്ചു വരാനുള്ള സാധ്യത തുലോം കുറവാണ് എന്നാണ് എറണാകുളത്തുള്ള പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യതയും കുറവായതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കാനോ പറ്റൂല. പിന്നെ ഒരു സാധ്യതയുള്ളൊരു നേതാവ് ഇത്തവണത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബാലഗോപാലാണ്. ഓക്കെ, ബാലഗോപാൽ ഒരു പ്രോബബിലിറ്റി ഉള്ള ഇനിയും ജയിച്ചു വരാൻ സാധ്യതയുള്ള നേതാവാണ്. ഇടുക്കി ഭാഗത്തു നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അദ്ദേഹത്തിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ വൈഡ്ലി റീച്ച് കിട്ടുന്ന കാര്യം കാരണം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവാകുകയാണെങ്കിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാവേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു മുന്നണിയെ മൊത്തം ചലിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അഗ്രസീവായിട്ട് പാർട്ടിയുടെയും ഓപ്പോസിഷൻ്റെയും ഐഡിയ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈബ്രൻ്റ് ആയ ലീഡറാണെന്ന് വെച്ചാൽ സാധ്യത കുറവാണ്. ഇനി അതില്ലെങ്കിൽ പിന്നെ നമുക്ക് സോ കോൾഡ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് എം പി രാജേഷും ഇത്തവണ ജയിച്ച് കയറി വരാനുള്ള സാധ്യത ഒരു 50-50 ആണ്. കാരണം അവിടെ തൃത്താല മണ്ഡലത്തിലാണ്, VT ബലറാമിൻ്റെ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡീസിലൊക്കെ കാര്യമായ ഇളക്കം തട്ടിയ ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായിട്ട് അവിടെ VT ബലറാമിനെ പോലെയുള്ള ഒരു നേതാവായതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ജയിച്ചു വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ എം പി രാജേഷ് ഒരു മുഖ്യമന്ത്രി ഫേസ് ആവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഡെഫിനറ്റ്ലി 100% ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായ റിയാസാണ്. റിയാസിന് സാധ്യതയുണ്ട്. അദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവാക്കാം, എന്തുമാക്കാം. പക്ഷേ അദ്ദേഹം ഡെഫിനറ്റ്ലി ഒരു പാർട്ടി കോട്ടയായ ബേപ്പൂരിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. കഴിഞ്ഞൊരു 5 വർഷത്തെ ഈ LDF സർക്കാരിൻ്റെ നയങ്ങളും അവരുടെ നിലപാടുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിരന്തരമായി വരാറുണ്ട്. പലപ്പോഴും ഒരു സുഡാപ്പി ചാപ്പ വരെ മന്ത്രി റിയാസിന് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ വെച്ചാൽ പിണറായി വിജയൻ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനുള്ള കാര്യപ്രാപ്തി ഉള്ളത് കൊണ്ടും ഒരുപക്ഷെ ആവാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു മുസ്ലിം മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുസ്ലിം പ്രതിച്ഛായയുള്ള മുസ്ലിം പേരുകാരനായ ഒരു മുഖ്യമന്ത്രി ആയി മന്ത്രി റിയാസിനെ അവതരിപ്പിക്കാൻ ഒരു പക്ഷേ LDF സർക്കാർ തയ്യാറായിക്കൊള്ളണമെന്നില്ല. കാരണം അതിന് മലബാർ ബെൽറ്റിൽ പിന്തുണ കിട്ടിയാലും സൗത്ത് കേരള ബെൽറ്റിൽ കാര്യമായ പിന്തുണ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എനിവേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് പിന്നെ ഉള്ളത് മറ്റൊരാളാണ് സ്വരാജ്. കാരണം ഈ ഇടതുപക്ഷ ബുദ്ധിജീവിയാണ് സ്വരാജ്. പക്ഷേ അദ്ദേഹം ഒന്നും മത്സരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തെ ഒരു പ്രതിപക്ഷ നേതാവാക്കിയാൽ നല്ല വളരെ ക്ലാരിറ്റിയോടുകൂടി പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാടുകൾ അറിയിക്കാൻ പറ്റുന്ന ഒരു വൈബ്രൻ്റായ ലീഡറാണ്. പക്ഷേ അദ്ദേഹത്തെ ഇത്തവണ എവിടെയും മത്സരിപ്പിച്ചിട്ടില്ല. സത്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി കുത്തകയായ പല മണ്ഡലങ്ങളിലേക്ക് മത്സരിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ നിർഭാഗ്യവശാൽ നടന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മണ്ഡലമായിരുന്ന നിലമ്പൂരിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചിട്ട് സ്വന്തം വീട് നിൽക്കുന്ന വാർഡിലോ വീട് നിൽക്കുന്ന സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ ആ പഞ്ചായത്തിലോ ജയിച്ച് വരാൻ കഴിയാത്ത ഒരു നേതാവാണ് ആര്? നമ്മുടെ സ്വരാജ്. നല്ല ക്ലാരിറ്റി ഉള്ള മനുഷ്യനാണ്. നല്ല ക്ലാരിറ്റിയോട് കൂടി നിലപാട് പറയാൻ പറ്റുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ക്രൗഡ് പുള്ളറായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ലീഡർ അല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സമീപകാല റെക്കോർഡുകളിൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ തൃപ്പൂണിത്തുറ അദ്ദേഹത്തെ മത്സരിപ്പിച്ചിരുന്നു, തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് ആരായിരിക്കും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ഡെഫിനറ്റ്ലി പിണറായി വിജയൻ ആവും. ഇനി അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ ആര്, ഞാനല്ലെങ്കിൽ പിന്നെ ആര് എന്ന് വായാത്രയിൽ ചോദിക്കുന്ന പോലെ അങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികളിലാണ് സത്യത്തിൽ കേരളം. ഏതായാലും പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നല്ല സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ ശൈലജ ഒരു നല്ല ഫേസാണ്. ഇനി MA ബേബിയെയോ അല്ലെങ്കിൽ തോമസ് ഐസക്കിനെയോ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശിവൻകുട്ടി സാറ്, അദ്ദേഹത്തെ ഓൾറെഡി കയ്യും കാലൊക്കെ വരച്ചിട്ടാണ് അദ്ദേഹം മത്സരത്തിൽ തന്നെ മത്സരിക്കുന്നത് തന്നെ. നോക്കി വായിക്കാനല്ലാതെ കാര്യമായിട്ട് ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്ന ഡയലോഗ് അടിക്കാനൊന്നും കഴിയാത്ത ഒരാളാണ് നമ്മുടെ ശിവൻകുട്ടി സാറ്. അപ്പോൾ അദ്ദേഹമൊക്കെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എനിവേ നമ്മൾ കാത്തിരിക്കുകയാണ്. മെയ് 4 പെട്ടി തുറക്കുമ്പോൾ ആരായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ആരായിരിക്കും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ഏതായാലും രണ്ട് പാർട്ടിക്കാർക്കും UDFനും LDFനും ഒരു 50-50 ചാൻസ് ഉണ്ട്. അവർക്ക് ചർച്ച നടത്താം, തീരുമാനങ്ങൾ എടുക്കാം. ഏതായാലും കേരളത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ നേതാക്കന്മാരെ നമുക്ക് കിട്ടട്ടെ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.